ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചെടി എന്ന് പറയുന്നത് കലാത്തിയാണ്. കലാത്തിയിൽ തന്നെ ഒരു പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടൊരു കലാത്തിയാണ്. അപ്പം നമ്മുടെ കലാത്തിയൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും വളരെ മോശമായിട്ടുണ്ട്. കാരണം അത്രയും നല്ല ചൂടായിരുന്നു കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇലകളൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. എല്ലാ ചട്ടിയിലും ലീഫുകളൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കാലമായിട്ടുള്ളൊരു കലാത്തിയ കൂടി ആയതിനാൽ നമ്മളെല്ലാം റീപോർട്ട് ചെയ്ത് കരിഞ്ഞ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇപ്പോൾ ഇനി മഴക്കാലമാണ് വരാൻ പോകുന്നത്. അപ്പോഴത്തെ ചെടീനെ ഹെൽത്തി ആക്കി കൊണ്ടുവരാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിൻ്റെ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല നീണ്ട ലീഫുകളാണ് ഇതിനുള്ളത്. അതിലൂടെ തന്നെ ഗ്രീൻ ഷെയ്ഡിൽ നല്ലൊരു ഓഫ് വൈറ്റും അതുപോലെ തന്നെ പിങ്ക് കളറിലുള്ളൊരു സ്ട്രൈപ്പ് പോകുന്നുണ്ട്. ഒക്കെ നമുക്ക് സൂക്ഷിച്ചാൽ കാണാം നല്ലൊരു പിങ്ക് കളറിലും അതുപോലെ ഓഫ് വൈറ്റ് ഷെയ്ഡിലുമാണ് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു പിൻട്രസ്റ്റ് എന്നുള്ളൊരു പേരുള്ളത്. അപ്പോൾ ഈ ഒരു ലീഫുകളാണ് നമ്മളിതൊക്കെ കരിഞ്ഞു പോയി കാണുന്നത്. എല്ലാ ലീഫിൻ്റെയും അറ്റം ശ്രദ്ധിച്ചാൽ കാണാം നന്നായിട്ട് കരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോട്ടൊന്ന് മാറ്റി പുതിയ മണ്ണൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കരിഞ്ഞ ഇലകളൊക്കെ നമ്മളൊന്ന് മാറ്റി കൊടുക്കുകയാണ്. നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന കലാത്തിയ പ്ലാന്റ് ആയിരുന്നു. ഇതിൻ്റെ കെയറിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ജസ്റ്റ് ഈ ചെടിയിൽ നിന്ന് മാറ്റി മണ്ണൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. പുതിയ പോട്ടി മിക്സ് ആഡ് ചെയ്തതിന് ശേഷം ഈ ലീഫുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. കാരണം ഇതൊരുപാട് ഡയറക്റ്റായിട്ടുള്ള സൺലൈറ്റും കിട്ടി നല്ല ചൂടും ആയതിനാൽ ഇലകളൊക്കെ കരിഞ്ഞു വന്നിട്ടുണ്ട്. എപ്പോഴും കലാത്തിയ പ്ലാന്റ് നമ്മൾ പ്ലേസ് ചെയ്യുമ്പം ഇൻഡയറക്റ്റ് ആയിട്ടൊരു ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണെങ്കിലും പൊതുവേ തണൽ ഇഷ്ടപ്പെടുന്ന ഒരു തരം ചെടിയാണ് ഈ ഒരു കലാത്തിയ പ്ലാന്റ് എന്ന് പറയുന്നത്. എടുത്തതിന് ശേഷം നല്ലൊരു മണ്ണ് വെച്ച് നമുക്ക് സെറ്റാക്കി എടുക്കാവുന്നതാണ്. ഏകദേശം ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും നല്ല ചുറ്റും നല്ല വേരുകളുണ്ട്. അതുപോലെ തന്നെ പുതിയ തൈകളൊക്കെ ഉണ്ടായി വന്നിട്ടുമുണ്ട്. ഇവിടെ തന്നെ നമുക്ക് നോക്കുമ്പോൾ അറിയാം പുതിയ പുതിയ തൈകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിതൊന്ന് റീപോർട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇനി വേനൽക്കാലമാണ് വരുന്നത്. അപ്പോൾ ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നല്ലൊരു താഴ്ഭാഗത്ത് തന്നെ നോക്കിയിട്ട് നമ്മൾ ചെടി കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഈ ചെടി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മണ്ണൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് നമുക്കൊരു പുതിയ പോട്ടി മിക്സ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മളിങ്ങനെ മണ്ണ് നീക്കി കൊടുക്കുന്നുണ്ട്. വേരുകളൊന്നും ഓവറായിട്ട് പൊട്ടാത്ത രീതിയിൽ വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് മണ്ണൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് നമ്മൾ ചെടീൻ്റെ. അപ്പോൾ ഈ ഒരു പോട്ടിൽ ആദ്യം കുറച്ച് മണ്ണിട്ട് കൊടുക്കാം, എന്നിട്ട് നമുക്ക് ചെടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ പുതിയൊരു പോട്ടി മിക്സാണ് ആഡ് ചെയ്യുന്നത്. നമ്മുടെ ഗാർഡനിങ് സോയിലും അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടിയും ചകിരിച്ചണ്ടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഓവറായിട്ട് വളങ്ങളൊന്നും ചേർത്തില്ല, കാരണം ഇനി മഴക്കാലമാണ് വരാൻ പോകുന്നത്. അപ്പം കൂടുതലായിട്ട് കെട്ടി നിൽക്കുന്ന വെള്ളമൊക്കെ ആയി കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. നമ്മൾ ചെടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേരൊക്കെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ബാക്കി ഭാഗത്തും കൂടി നമുക്ക് പോട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കി ഭാഗത്തും കൂടി മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു പോട്ടാണ്. ഈ ഒരു പോട്ടിൽ നമ്മൾ പൊതുവേ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ലീഫുകളൊക്കെയാണ് ഉള്ളത്. അപ്പം നമ്മൾ ഇതിൻ്റെ കരിഞ്ഞ ഇല 1-2 എണ്ണം ഉണ്ട്. അത് മാത്രം ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല താഴത്ത് തന്നെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ തണ്ടുകൾ വന്നിട്ട് നല്ല നീളത്തിൽ പോയിട്ടാണ് ഇല വരുന്നത്. അപ്പോൾ ഇത്രയും ഇലകൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെടി നോക്കിയാൽ തന്നെ അറിയാം നല്ല ഹെൽത്തി ആയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ പോട്ടിൽ നിന്നൊക്കെ അങ്ങനെ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലൊരു ഇൻഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് കിട്ടുന്നൊരു സ്പോട്ടിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ കലാത്തിയിൽ കെയർ വരുന്നൊരു സിമ്പിൾ ടിപ്പാണ് നമ്മൾ. അപ്പോൾ ഇനി വരുന്ന മഴക്കാലമാണ്. അപ്പോൾ നമ്മളെ ചെടികളൊക്കെ നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് അതുപോലെ ഫെർട്ടിലൈസറൊക്കെ ഉപയോഗിച്ച് ഹെൽത്തി ആയിട്ട് വെക്കുകയാണെങ്കിൽ എല്ലാ ചെടികളും നമുക്ക് ഹെൽത്തി ആയിട്ട് വളരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ ടിപ്സ് കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത് പല വെറൈറ്റി ആയിട്ടുള്ള കലാത്തിയുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും കെയർ ടിപ്സുകളൊക്കെ ആയിട്ട് നമ്മൾ ഓരോ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇനി മറ്റൊരു ചെടിയുടെ വിശേഷങ്ങളുമായിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.